ഭാഗം 3. പൊരുൾ ഒഴുക്കുകൾ. 1. കൈയും കാലും. ജീവിതം ഇതാണ്. എല്ലാം ശരി എന്നു തോന്നുന്ന താളം വഴങ്ങിത്തരുന്ന അർത്ഥം. നിത്യസംഗീത പൊലിമ. ജീവിതം ഇതല്ല. ഒന്നും ശരിയല്ല എന്ന തോന്നൽ നിലയ്ക്കു നിൽക്കാത്ത അർത്ഥം. പിടിതരാത്ത സംഗീതം. ഇടവരമ്പിൽ പകയ്ക്കുന്ന കുട്ടിയുടെ കാഴ്ച തെന്നുന്ന യാത്രകളിലൂടെ പേടികളെ ബിംബങ്ങളാക്കുന്നു. ഇടവരമ്പ് വഴിയല്ല, വഴിയില്ല. താളം അർത്ഥം അല്ല, അർത്ഥം ഇല്ല. വീഴ്ച യാത്രയല്ല, ബിംബം ജീവിതം അല്ല, ജീവിതം ഇല്ല. ചുമടുതാങ്ങിക്കടിയിൽ വീതിയുള്ള കാലുകളുടെ വിഡ്ഢിസുരക്ഷിതത്വത്തിൽ ജീവിതം താങ്ങിക്കിടക്കെ വൃത്തികെട്ട കർമ്മങ്ങളുടെ ആചാരത്തെ ഓർത്ത് തോമസ് ചിരിച്ചു. ചിരിക്കരുത് എന്ന് ആദ്യം പറഞ്ഞ വിദൂഷകനാണ് അവൻ. ചിരിക്കാൻ മറന്ന ചരിത്രത്തിൽ കൂടി ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന മദ്രസയ്ക്ക് അരികിലൂടെ അവൻ നടന്നു. ചന്ദ്രശേഖരൻ, സത്യശീലൻ, ഗോപനാഥൻ എല്ലാവരും അവനോട് കൂടി നടന്നു. അവർക്ക് യാത്ര ഇഷ്ടമായിരുന്നു. പാരമ്പര്യം തന്നെ യാത്രയാണല്ലോ. യാത്രികരിൽ കൂടി അനേകം വംശങ്ങൾ കിളികളുടെ ശബ്ദങ്ങൾക്ക് കാതോർത്തു നിൽക്കുന്നു. ഒരു പുഴയിൽ അനേകം മഴകൾ ഇഴനെയ്തു ചേർന്ന് പതഞ്ഞൊഴുകുന്നു. ഒരു നിറത്തെ അനേകം സംഗീതങ്ങളുടെ താളങ്ങൾ വിശകലനം ചെയ്യുന്നു. ഒരു ശലഭത്തെ അനേകം സംഗീതങ്ങൾ ആശീർവദിക്കുന്നു. പ്രവാചകരെയും ഉദ്ബോധകരെയും ചാണകത്തിൽ ചവിട്ടിപ്പുഴുത്തി തൊഴുത്തിൽ കുർബാനയെ കെട്ടിയിട്ട് പശു പുഴയിൽ ഇറങ്ങി കുളിക്കുന്നു. അറവുശാലയിലേക്ക് നടന്നു പോകുന്നു. ഒരാൾ അറുക്കപ്പെടുന്നത് വംശം അപ്പാടെ നിറഞ്ഞാണ്. ഒറ്റയ്ക്ക് ജീവിക്കും, മരിക്കും. എങ്കിലും മേയുന്നത് ഒരു പറ്റമാണ്, വലിയ ഒരു പറ്റം. കാതോർത്തു കാതോർത്തു നിൽക്കെ യന്ത്രക്കവണിയിൽ നിന്ന് ഞെരിഞ്ഞിൽ പോലെ വിചിത്ര ശിഖരങ്ങളാർന്ന ശബ്ദം തെറിച്ചു നീണ്ടു. ഷൂസില്ല എന്നോർത്ത് വിഷമിക്കരുത്. കാലുകൾ ഇല്ലാത്തവരെ കാണൂ. തോമസ് ചിരിച്ചു. ചിരിക്കരുത് എന്ന് അവനോട് ആരും കൽപ്പിച്ചിട്ടേയില്ല. ചിരിക്കാൻ കാരണം വേണമെന്നും. ഷൂസിട്ട ആൾക്കൂട്ടം കണ്ട് അവൻ നടന്നു. അവന് ഷൂസില്ലായിരുന്നു. സമ്മേളന പന്തലിന്റെ വടക്കേ അറ്റത്ത് യാചകന്മാരുടെ വലിയ നിര. പള്ളിപ്പെരുന്നാളുകൾക്ക് യാചകരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ സപ്ലൈ ചെയ്യുന്ന ജോർജ് പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. നിരന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കാനാകാതെ വെയിലിൽ വിയർത്ത് കാലുകളില്ലാത്ത ഒരാൾ യാചിക്കുന്നു. തോമസ് അയാളെ നോക്കി നിന്നു. പിന്നെ നടന്നു. വിലാപങ്ങൾ എപ്പോഴും പിന്നാലെ എത്തുന്നു. ഉടുപ്പിൽ പുരണ്ട ടാറിനൊപ്പം അകമുറിയിലേക്കും കടക്കുന്നു. വെളിഞ്ഞീൻ പോലെ ഒട്ടിപ്പിടിക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴും ഒരു വംശം നമ്മൾക്കുള്ളിൽ കരയുന്നുണ്ട്. ചിട്ടപ്പെടുത്തിയ സ്വരസ്ഥായികളിൽ. ദൈവം വരുത്തുന്ന വിനകളെക്കുറിച്ച് മനക്കണക്കറിയാത്ത കുട്ടി കൂട്ടുന്ന പദപ്രശ്നത്തിൽ വ്യാപൃതനാകെ തേച്ചു വടിയാക്കിയ അരക്കയ്യൻ ഷർട്ടും അതുപോലെ വൃത്തിയുള്ള പാൻസും അണിഞ്ഞ് ഒരുത്തൻ നിന്നു തുള്ളുന്നു. നല്ല തുള്ളൽ. തുള്ളൽക്കാരെ തോമസിന് എന്നും ബഹുമാനമായിരുന്നു. ശ്രീനിവാസൻ മുതലേ ഉള്ള പാരമ്പര്യമാണ്. പക്ഷേ ഇവിടെ തുള്ളൽക്കാരന്
രണ്ടു കൈയും ഇല്ല. കടയിൽ വെച്ച് മുറിഞ്ഞുപോയ കുറിയ തുമ്പിക്കൈയിൽ എന്നതുപോലെ മുട്ടിനു മുകളിൽ ഉണങ്ങിക്കൂടിയ ഒരു ചുണ്ടുകൾ, രണ്ടെണ്ണം. തോമസ് ചോദിച്ചു, ഇതെന്ത്? കാലില്ലാത്തവന്റെ കർമ്മമേറ്റ് ഒരാൾ കരയുന്നു. അപ്പോൾ കാൽ ഉള്ള നിങ്ങൾ ഷൂസ് അണിഞ്ഞു തുള്ളുകയാണോ? പ്രബോധനം കേട്ട് തല തിരിഞ്ഞോ? അവൻ പല്ലുകൾ കടിച്ച് മന്ത്രം ജപിച്ചു. പോടാ പട്ടി, ആർക്കു വേണം നിന്റെ കാലുകൾ? കൈയുള്ള ഒരു നാറി വീശിയ നായ്ക്കുരണ വീണ പുറം ചൊറിയാനാകാതെ മനുഷ്യൻ പിടയുമ്പോഴാ അവന്റെ അമ്മയുടെ മുടിഞ്ഞ ഒരു ആനന്ദത്തുള്ളൽ. ഉരുളയിൽ ഉപ്പേരി വെക്കാൻ പഠിച്ച പപ്പു 9ാം തരത്തിൽ നടക്കുമ്പോൾ സാത്വികനായ തമ്പിസാറും സഹികെട്ട് ക്ലാസ്സിൽ ഉറക്കെ പറഞ്ഞു, നിന്നെയൊക്കെ ഉണ്ടാക്കിയ നേരം കൊണ്ട് വേലായുധൻ ഒരു മൂട് വാഴ. പറഞ്ഞു പൂർത്തിയായില്ല. പപ്പു ചോദിച്ചു, സാറേ, വാഴ കൂമ്പടഞ്ഞാൽ എന്തു ചെയ്യും? താൻ കുത്തുന്ന കുഴിയിൽ അപ്പനും അപ്പന്റെ കാരണവന്മാരും ചാടും മുൻപേ തോമസ് അതിൽ സർവമതസാരവും ഏക പൈതൃകങ്ങളെ ഇട്ടുമൂടി. പിതാക്കന്മാർ എന്തറിഞ്ഞു? തല ചീകിയാൽ ഭ്രാന്തു മാറില്ല, മുടിയൊതുങ്ങും, മനസ്സൊതുങ്ങില്ല. പതിര് കൂട്ടിയിട്ട് വെച്ചാൽ ചേനയും ചേമ്പും തഴച്ചു വളരും. അതാണ് അറിവ്. അറിവുകൾ കൂട്ടിയിട്ട് തോമസ് വാഴ വെച്ചു. കൂമ്പടഞ്ഞ വാഴയ്ക്ക് ചുവട്ടിൽ ചുമടു താങ്ങിക്കടിയിൽ എന്ന പോലെ കിടന്നുകൊണ്ട് മുടങ്ങിപ്പോയ പൂജകളെ ഓർത്തു, കൂമ്പറ്റ വിശ്വാസങ്ങളെ ഓർത്തു. അവ ദൈവങ്ങൾക്കു കിന്നരി ചാർത്തുന്നു. വിഡ്ഢികൾ തൊപ്പിയണിയും പോലെ കർമ്മങ്ങൾക്ക് ജ്ഞാനം ആഡംബരം. ചരിത്രത്തിന്റെ ദൈവം ചീന്തപ്പെടുന്ന തൊപ്പിയിലെ തൂവൽ. കഷ്ടം, ഭ്രാന്തിൽ സൂര്യൻ ഉദിക്കുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയും ചുമടു താങ്ങിയിൽ അമർന്നു താഴുന്നു. നനഞ്ഞ കടലാസും ചൂടി മഴയിൽ രാജവീതിയിൽ കൂടി ദൈവശാസ്ത്രം നടന്നു പോകുന്നതിൻ്റെ പാദപതനം പ്രാർത്ഥനാമുറി വരെ എത്തുന്നു. ധ്യാനബോധിയിൽ തലയോട് തൂങ്ങുന്നു. കണ്ണാടിക്കടവിലെ അവസാന വഞ്ചിയിൽ ഒരു സിനിമ നിറച്ച് പ്രേക്ഷകർ കൈകാലിട്ടടിക്കുന്നു.